നമസ്കാരം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ കാത്തിരിക്കുന്നത് വൻ പരാജയമെന്ന് ദേശീയ തെരഞ്ഞെടുപ്പ് വിദഗ്ധരുടെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ ശക്തമായ കോട്ടകൾ വിള്ളലുകൾ സംഭവിക്കുമെന്നും അതിൽ നിരവധി സീറ്റുകൾ ബി.ജെ.പിക്ക് നഷ്ടപ്പെടുമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ദക്ഷിണേന്ത്യയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് പറയുന്ന മോദിക്കും സംഘത്തിനും കനത്ത തിരിച്ചടിയാണ് ദക്ഷിണേന്ത്യയിൽ നിന്നും ഉണ്ടാകുക എന്നാണ് ഈ റിപ്പോർട്ടിലെ പ്രധാന സവിശേഷത. ദക്ഷിണേന്ത്യയിൽ നിരവധി സീറ്റുകൾ നേടുമെന്ന് അവകാശപ്പെടുന്ന മോദിയെയും ബി.ജെ.പിയെയും കാത്തിരിക്കുന്നത് വൻ പരാജയമെന്നതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഗോവ എന്നീ സംസ്ഥാനങ്ങൾ അടങ്ങിയ ദക്ഷിണേന്ത്യൻ മേഖലയിൽ നിന്നും ബി.ജെ.പിക്ക് 10-ൽ താഴെ സീറ്റുകൾ മാത്രമേ ലഭിക്കുള്ളൂ എന്നതാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും ഇത്തവണയും ബി.ജെ.പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ലെന്നും കർണാടകയിൽ ബി.ജെ.പിയെ കാത്തിരിക്കുന്നത് വൻ പരാജയമെന്നും 5-ൽ താഴെ സീറ്റുകൾ മാത്രമാണ് ബി.ജെ.പി-JDS സഖ്യത്തിന് കർണാടകയിൽ ലഭിക്കുക എന്നും അതോടൊപ്പം തന്നെ തെലങ്കാനയിൽ ഒരൊറ്റ സീറ്റിൽ ബി.ജെ.പി ഇത്തവണ ഒതുങ്ങുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഗോവയിലെ 2 സീറ്റും കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി നേടുമെന്നും ആന്ധ്രാപ്രദേശിൽ ബി.ജെ.പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ലെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ബി.ജെ.പി കോട്ടകൾ എന്നറിയപ്പെടുന്ന ഗുജറാത്തിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഇത്തവണ ബി.ജെ.പിക്ക് പകുതിയോളം സീറ്റുകൾ നഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ ബി.ജെ.പി സഖ്യമായി മത്സരിക്കുന്ന മഹാരാഷ്ട്ര, ബീഹാർ, യു.പി തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ബി.ജെ.പി സഖ്യത്തെ കാത്തിരിക്കുന്നത് വൻ പരാജയമാണ്. മഹാരാഷ്ട്രയിലെ 48 ലോക്സഭാ മണ്ഡലങ്ങളിൽ പകുതിയിലധികം സീറ്റുകൾ മഹാവികാസ് അഘാടി സഖ്യം നേടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ബീഹാറിലും ബി.ജെ.പി നയിക്കുന്ന എൻ.ഡി.എ മുന്നണിയെ കാത്തിരിക്കുന്നത് വൻ പരാജയമാണ്. ബീഹാറിൽ കോൺഗ്രസും ആർ.ജെ.ഡിയും ഇടതുപക്ഷ പാർട്ടികളും ഒന്നിക്കുന്ന ഇന്ത്യ സഖ്യം പകുതിയിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് ബി.ജെ.പി നയിക്കുന്ന എൻ.ഡി.എ സഖ്യത്തെക്കാൾ വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കുമെന്നും അതുപോലെ തന്നെ ബി.ജെ.പിയുടെ കോട്ടയായി അറിയപ്പെടുന്ന ഉത്തർപ്രദേശിലും ബി.ജെ.പിയെ കാത്തിരിക്കുന്നത് വലിയ രീതിയിലുള്ള തിരിച്ചടികളാണ്. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ കർഷകർ ബി.ജെ.പിക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർഷകർ ബി.ജെ.പിക്കെതിരായി വോട്ട് ചെയ്യുമെന്നും അതുപോലെ തന്നെ യു.പിയിലെ നിർധനരായ തൊഴിലില്ലാത്ത യുവാക്കൾ ബി.ജെ.പി സർക്കാരിനെതിരെ യു.പിയിൽ ശക്തമായ പ്രതിഷേധത്തിലാണ്. ആ വിഭാഗവും ബി.ജെ.പിക്കെതിരെ തിരിയുന്നതോടുകൂടി ബി.ജെ.പിക്ക് തങ്ങളുടെ കോട്ടയായി അറിയപ്പെടുന്ന ഉത്തർപ്രദേശിലും വലിയ വില നൽകേണ്ടി വരും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു.